മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കൾ, ഈ ദിവസം അപ്പസ്തോല പ്രവർത്തനം 7-ാം അധ്യായം 55-ാമത്തെ വാക്യം, ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 7 വേഴ്സ് 55. എന്നാൽ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിന്റെ മഹത്വം ദർശിച്ചു. ദൈവത്തിന്റെ വലതുഭാഗത്ത് ഈശോ നിൽക്കുന്നതും കണ്ടു. ദൈവാത്മാവിന്റെ നടത്തിപ്പും സഹായവും ലഭിക്കണമെന്ന് നാം ആഗ്രഹിക്കുന്നു. നാം അറിഞ്ഞാലും ഇല്ലെങ്കിലും ദൈവാത്മാവ് നമ്മുടെ കൂടെ ഉണ്ട് എന്നത് ഒരു വാസ്തവമാണ്. ആദിയിൽ വെള്ളത്തിന്മീതെ ചലിച്ചുകൊണ്ടിരുന്നതായ ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ആത്മാവ് മനുഷ്യരിലൂടെ പ്രവർത്തിച്ച ചരിത്രം ബൈബിളിൽ നമ്മൾ കാണുന്നു. പ്രവാചകന്മാർക്കും പുതിയ നിയമകാലത്ത് അപ്പസ്തോലന്മാർക്കും പരിശുദ്ധാത്മാവിന്റെ ശക്തി ലഭിച്ചിരുന്നു. ദൈവസന്നിധിയിൽ വരുന്നവർക്ക് ലഭിക്കുന്ന പ്രത്യേക ദാനമാണ് പരിശുദ്ധാത്മാവ്. കർത്താവായ ഈശോയോടുകൂടെ പരിശുദ്ധാത്മാവ് എപ്പോഴും ഉണ്ടായിരുന്നു. സ്നാനസമയം ആത്മാവിന്റെ ദാനം പ്രത്യേക രീതിയിൽ ലഭിച്ചു. മരുഭൂമിയിലേക്ക് പോയപ്പോഴും ആത്മാവാണ് ഈശോയെ വഴി നടത്തിയത്. പിതാവിന്റെ സന്നിധിയിൽ ചെല്ലുമ്പോഴൊക്കെയും ആത്മാവിന്റെ ശക്തി തനിക്ക് അധികം ലഭിച്ചിരുന്നു. പരിശുദ്ധാത്മാവും താനും ഒന്നായി താതാത്മ്യം പ്രാപിച്ചു. ഈശോയുടെ നാമത്തിൽ പ്രവർത്തിക്കുമ്പോൾ അദൃശ്യനായ പരിശുദ്ധാത്മാവ് നമ്മളെയും സഹായിക്കും. ക്രൈസ്തവന്റെ ജീവിത രഹസ്യം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. ആദ്യമായി അവന് പരിശുദ്ധാത്മാവിനെ കുറിച്ച് അവബോധമുണ്ടാകണം. പോരാ, ആത്മാവിന്റെ നിറവിന് വേണ്ടി അവൻ പ്രാർത്ഥിക്കണം. എപ്പോഴും അവന്റെ ജീവിതത്തിലെ എല്ലാ നന്മപ്രവർത്തനങ്ങളും പരിശുദ്ധാത്മാവിന്റെ പ്രചോദനമാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കണം. ഈയിടെ ഒരു വചനപ്രഘോഷകൻ പങ്കുവയ്ക്കുകയായിരുന്നു, താൻ എന്ത് നന്മകൾ ചെയ്താലും നന്ദി പറയുവാൻ മറ്റാരുമില്ല. പരിശുദ്ധാത്മാവേ, നീയാണ് എന്നോട് പ്രവർത്തിച്ചത് എന്ന ബോധ്യത്തോടെ ദൈവത്തിന് നന്ദി പറയുന്നത് അദ്ദേഹത്തിന്റെ ശൈലിയാണ്. വളരെ ശരിയായ ഒരു ജീവിത ശൈലിയാണ്. നമ്മളും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും പുറകിൽ നിന്നുകൊണ്ട് നമ്മളെ സഹായിക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവിനെ അറിയണം. അനുഭവിച്ചറിഞ്ഞ് ആ പരിശുദ്ധാത്മാവിന് നന്ദി പറയുവാൻ നാം മറക്കരുത്. അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ പ്രചോദനം സ്വീകരിച്ചുകൊണ്ട് ഒരു പുതിയ ജീവിതം നയിക്കുവാൻ നമുക്കേവർക്കും കഴിയണം. അതിനെ എനിക്ക് സാധിക്കുന്നുണ്ടോ, അതോ വെറും ഒരു ആശയപരമായി ഞാൻ നിൽക്കുകയാണോ എന്ന് ആത്മശോധന ചെയ്യും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും ഞങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.